വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, യൂണിറ്റ് 4 റസായിലുൽ ഹാത്തിഫിയ വൽ ഇലക്ട്രോണിയ. റസായിൽ ഹാത്തിഫിയ ഫോൺ മെസ്സേജസ്, റസായിൽ ഇലക്ട്രോണിയ ഇമെയിൽ മെസ്സേജസ്. ഈ പാഠത്തിൽ നമ്മുടെ ഒരു മുന്നൊരുക്കം നിലക്ക് നജഹ റാഷിദും ഫിൽ ഇംതിഹാനി ബിദറജ ആലിയ. റാഷിദ് തൻ്റെ എക്സാമിൽ നല്ല ഗ്രേഡോടുകൂടെ പാസ്സായി. നജഹ പാസ്സായി, ദറജ ആലിയ നല്ല ഉന്നതമായ മാർക്കോടുകൂടെ. വഫി ഹാദിഹിൽ മുനാസബ അസ്സഈദ, ഈ ഒരു സന്തോഷകരമായ സന്ദർഭത്തിൽ ഖററ വാലിദുഹു അൻ യഹ്ദിയഹു ഹാത്തിഫൻ ദക്കിയൻ, അദ്ദേഹത്തിൻ്റെ ഉപ്പ അവന് ഒരു ഹാത്തിഫ് ദക്കി സമ്മാനമായി നൽകാൻ തീരുമാനിച്ചു. ഖററ തീരുമാനിച്ചു. ഹാത്തിഫൻ ദക്കി എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ. لأن الهاتف الذكي سيكون مفيدا جدا لراشد. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ഹാത്തിഫ് ദക്കി, ഈ ഒരു സ്മാർട്ട് ഫോൺ, അതവന് റാഷിദിന് അങ്ങേയറ്റം അവന് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള സാധനമായിരിക്കും. മുഫീദൻ ജിദ്ദൻ, നന്നായി ഉപകാരമുള്ളതായിരിക്കും. لأنه سيساعده في البحث عن الوظائف والحصول على متطلبات العمل المختلفة. എന്തിനു ഉപകാരം? لأنه سيساعده, കാരണം അതവനെ സഹായിക്കും. ഫിൽ ബഹ്സി അനിൽ വളായിഫ്, ജോലികൾ സെർച്ച് ചെയ്യാൻ. വൽ ഹുസൂൽ അല മുതതല്ലബാത്തിൽ അമൽ മുഖ്തലിഫ, വ്യത്യസ്തമായിട്ടുള്ള ജോലികളുടെ ആവശ്യങ്ങൾ കണ്ടെത്തുവാനും ലഭിക്കുവാനും. ഇപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഈ ഫോൺ ഉപകാരപ്പെടുന്നുള്ളതിലേക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. വബിഹി യഖ്ദിറു അലൽ ഇത്തിസാൽ ബിഅസ്തിഖാഇഹി, ഇത് മുഖേന അവൻ്റെ ഫ്രണ്ട്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും. അല്ലദീന യഅമലൂന ഫി അൻഹാഇൽ ആലം, എങ്ങനത്തെ ഫ്രണ്ട്സ്? അവർ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. അൻഹാ, ഭാഗങ്ങൾ. മഅ ളുഹൂരി അജ്ഹിദത്തിൽ കമ്പ്യൂട്ടർ വൽ ഹവാത്തിഫ് ദക്കിയ്യ. അപ്പോൾ ഈ നിലക്കുള്ള സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറുകളുമൊക്കെ അത്തരം ഡിവൈസുകൾ രംഗത്ത് വന്നതോടുകൂടെ യഹ്ദസുൽ ഇത്തിസാൽ ഗാലിബൻ മിൻ ഖിലാൽ റസായിൽ നസ്രിയ വൽ ബരീദ് ഇലക്ട്രോണി, അധിക കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ രീതികളും ആയിട്ടുള്ളത് അത് ടെക്സ്റ്റ് മെസ്സേജുകളായിട്ടോ അല്ലെങ്കിൽ ഇമെയിലുകളായിട്ടോ മാറിയിട്ടുണ്ട്. വഹത്ത വസായിൽ തവാസുൽ ഇജ്തിമാഇ, അത് സോഷ്യൽ മീഡിയ വരെ, ആ മാധ്യമം വരെ ആയിട്ടുണ്ട്. ഇങ്ങനെ ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വഴി. അസ്ബഹത്തിൽ ഹവാത്തിഫ് ദക്കിയ വ തത്ബീഖാത്തുൽ മുഖ്തലിഫ ഫീഹ ജുസ്അൻ അസാസിയൻ മിൻ ഇത്തിസാലാത്തിന അൽ യൗമിയ. അതുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോണുകളും ആപ്ലിക്കേഷനുകളും, തത്ബീഖാത്തുൽ മുഖ്തലിഫ, വ്യത്യസ്ത ആപ്ലിക്കേഷൻസ്, അതൊക്കെയും ഇന്ന് ജീവിതത്തിൽ തന്നെ ഏറ്റവും കമ്മ്യൂണിക്കേഷനുള്ള അടിസ്ഥാന ഭാഗമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇനി ഇതിൻ്റെ ഡിസ്കഷൻ പാർട്ടിലേക്ക് പോകുമ്പോൾ റസായിലുൽ ഹാത്തിഫിയ അൽ മഹ്മൂല വ അൻവാഉഹ, ഇത്തരം ഫോൺ മെസ്സേജുകളും അതിൻ്റെ ഇനങ്ങളും ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന റസായിൽ അൽ ഹാത്തിഫിയ അൽ മഹ്മൂല ഹിയ മാ നുർസിലുഹ ഇലാ ശഖ്സിൻ ഔ ജിഹത്തിൻ മുഅയ്യന മിൻ റസായിൽ ഖസീറ ബിഹൈസു യുക്തബ് നസ്റുർ റിസാല അല ഷാഷത്തിൽ ഹാത്തിഫിൽ മഹ്മൂൽ. എന്താണ് ഫോൺ മെസ്സേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹിയ മാ നുർസിലുഹ ഇലാ ഷഖ്സിൻ, ഒരു ഷഖ്സിലേക്ക് അയക്കുന്നതാണ്, ഒരു വ്യക്തിയിലേക്ക്. ഔ ജിഹ മുഅയ്യന, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഗത്തേക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളിലേക്ക്, ഉദ്ദേശിക്കുന്ന ഏരിയയിലേക്ക്. മിനർ റസായിൽ ഖസീറ, ചെറിയ ഷോർട്ട് മെസ്സേജുകളായിരിക്കും. അവിടെ ബിഹൈസു യുക്തബ് നസ്റുൽ റിസാല അല ഷാഷത്തിൽ ഹാത്തിഫിൽ മഹ്മൂല, മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിലാണ് ഇത്തരം മെസ്സേജുകൾ അല്ലെങ്കിൽ ഇത്തരം റിസാലകൾ നാം എഴുതാറുള്ളത്. വഫി അയ്യാമിന ഹാദിഹി, ഈ കാലഘട്ടത്തിൽ നസ്തഖ്ദിമു ഹാദിഹി റസായിൽ ലിത്തവാസുൽ സരീഅ മഅൽ ആഖരീൻ, മറ്റുള്ളവരുമായി വേഗത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വഴിയായി നാം സ്വീകരിക്കുന്നു. വലി ഇഫാദത്തിഹിമുൽ ഖബർ ഫി വഖ്തിൻ മുഅയ്യൻ സലീമൻ വ ആമിനൻ, വളരെ വേഗത്തിലും സുരക്ഷിതമായിട്ടും മറ്റുള്ളവരെ കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതിനു വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നു. വഹുനാക നൗആനി മിനർ റസായിൽ ഹാത്തിഫിയ അൽ മഹ്മൂല, മൊബൈൽ ഫോണിൻ്റെ മെസ്സേജുകളിൽ പ്രധാനമായി രണ്ടെണ്ണമാണ്. ഒന്ന് SMS, മറ്റൊന്ന് MMS. SMS ഷോർട്ട് മെസ്സേജ് സർവീസ്, ഖിദ്മത്തുർ റസായിൽ അൽ ഖസീറ. MMS എന്ന് പറഞ്ഞാൽ മൾട്ടിമീഡിയ മെസ്സേജിങ് സർവീസസ്, ഖിദ്മത്തുർ റസായിൽ മുതഅദ്ദിദത്തുൽ വസായിത്ത്.
ഇതിലോരോ നോക്കാം. ഒന്ന് ഖിദ്മത്തുർ റസാഇൽ ഖസീറ. SMS എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയ അദാത്തുൽ ഇത്തിസാൽ മുസ്തഖ്ദം അലാ നിതാഖിൻ വാസിഇൻ മുൻദു സനവാത്തിൻ. വർഷങ്ങളായിട്ട് വളരെ വ്യാപകമായ നിലയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ് SMS എന്നുള്ളത്. ഇന്നഹ ഖിദ്മത്തു റസാഇൽ നസ്സിയ, അതൊരു ടെക്സ്റ്റ് മെസ്സേജ് സർവീസാണ്. തസ്മഹു ബി തബാദുൽ റസാഇൽ നസ്സിയ അൽ ഖസീറ ബൈന അജ്ഹിസൽ മഹ്മൂല. ഇത്തരത്തിലുള്ള ഫോണുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഷോർട്ട് ടെക്സ്റ്റ് മെസ്സേജുകളായിരിക്കും അവിടെ ഉണ്ടാവുക. ഹി തുക്തുബൻ തുരീഖ് ലൗഹത്തി അസ്റാറിൽ ഹാത്തിഫിൽ മഹ്മൂൽ വതുർസുൽ അബറ ശബക്കത്തിഹി. ഇത് ഫോണിൻ്റെ പ്രതലത്തിൽ അല്ലെങ്കിൽ നമ്മളതിൻ്റെ സ്ക്രീനിൽ എഴുതുകയും അവ അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്കുകളിലൂടെ അവ പാസ് ചെയ്യുകയും ചെയ്യുന്നു. തഹ്തവി റസാഇൽ SMS അല നസ്ൻ ഫഖത്ത്. SMS പ്രത്യേകത നസ്സ് മാത്രം, ടെക്സ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. വയകൂനു അദ്ദ ഹറുഫി ഹാദ നസ്സ് മുഖ്തസറൻ അല 160 ഹർഫൻ അൽ അക്സർ. അതിൽ കൃത്യമായ ലിമിറ്റേഷൻ ഉണ്ടാകും. 160 അക്ഷരം മാത്രമേ ഇതിൽ ഉപയോഗിക്കുകയുള്ളൂ എന്ന രൂപത്തിലൊക്കെ. ولما يبلغ النص هذا الحد من الأحرف ينبغي علينا أن نكتب النص الباقي في رسالة جديدة. ഈ ഒരു പരിധി, അതിൻ്റെ ലിമിറ്റേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിന് തുടർച്ച മറ്റൊരു മെസ്സേജായിട്ട് അയക്കേണ്ട അവസ്ഥയാണുള്ളത്. ഇതാണ് SMS എന്നുള്ളത്. മറ്റൊന്ന് ഖിദ്മത്തുർ റസാഇൽ മുതഅദ്ദിദത്തുൽ വസാഇദ്. MMS എന്ന് പറയുന്നത് എന്താണ്? رسائل MMS تحتوي على عدد غير محدد محدود من الأحرف لكتابة النص، كما أنها توفر تسهيلات لإرفاق الصور والفيديوهات والملف الصوتي. ഇത്തരം മൾട്ടിമീഡിയ മെസ്സേജുകളാകുമ്പോൾ അവിടെ ലെറ്റേഴ്സിൻ്റെ എണ്ണത്തിന് ലിമിറ്റേഷൻ ഇല്ല. അതോടൊപ്പം അന്നഹ തുവഫിറു തസ്ഹീലാത്തിൽ ഇർഫാഖ് സുവർ, അത്തരം മെസ്സേജുകളുടെ കൂടെ ചിത്രങ്ങൾ കൂടെ അറ്റാച്ച് ചെയ്യാനുള്ള എളുപ്പം ഉണ്ടാകുന്നു അല്ലെങ്കിൽ സാധ്യമാകുന്നു. എൽ ഫീഡിയോഹാത്ത്, വീഡിയോകളും والملف الصوتي, ശബ്ദ ഫയലുകളും. وتوفير بيانات الهاتف المحمولة في هذه الرسائل. മൊബൈലിൻ്റെ ഡാറ്റ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. മിനസാത്ത് ദർദഷ ഫി തത്ബീഖാത്ത് തവാസുൽ ഇജ്തിമാഇ. അടുത്തത് മിനസാത്തു ദർദഷ, ചാറ്റിംഗ് പ്ലാറ്റ്ഫോംസ്. ദർദഷ ചാറ്റ്. ഫി തത്ബീഖാത്ത് തവാസുൽ ഇജ്തിമാഇ, സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്ന ചാറ്റിംഗ് പ്ലാറ്റ്ഫോം എന്തൊക്കെയാണ്? لا يخلو أي هاتف محمول لدينا من وجود تطبيق على واحد من منصات التواصل الاجتماعي، لأن هذه المنصات قد أصبحت اليوم جزءا من حياتنا اليومية. ഏതൊരു മൊബൈൽ ഫോണും നാം എടുത്തു നോക്കിയാൽ അതിൽ നിന്നൊന്നും ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ആപ്ലിക്കേഷനും ഇല്ലാത്തതായിട്ടുണ്ടാവുകയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ ലൈഫിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട്. وقد انتشرت هذه المنصات حتى تنوعت خدماتها وتستخدم في المراسلات الفورية يعني دردشة عشوائية. അതാവട്ടെ വളരെ വേഗത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ വ്യത്യസ്തങ്ങളായ സർവീസ് നൽകുന്ന, എന്ന് പറഞ്ഞാൽ ചാറ്റിങ്ങിന് വേണ്ടി വ്യത്യസ്തമായ സർവീസ് നൽകുന്ന രൂപത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ അത് വ്യാപകമായ നിലയ്ക്ക് തന്നെ ഇന്നുണ്ട്. ولهذا لا بد لنا من التعرف على أهمية استعمالها كي تفيدنا في مجال المراسلات اليومية الفورية. വളരെ വേഗത്തിൽ ഈ കാലഘട്ടത്തിൽ ഈ രൂപത്തിൽ മെസ്സേജുകൾ പാസ് ചെയ്യാൻ വേണ്ടി അതെങ്ങനെ ഉപയോഗിക്കുക എന്ന് അറിയുന്നതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹുനാക അദദുൻ കബീർ മിൻ തത്ബീഖാത്ത് ദർദഷ, ചാറ്റിങ്ങിന് ആപ്ലിക്കേഷന് വേണ്ടി ധാരാളം ആപ്ലിക്കേഷനുകൾ നമുക്ക് കാണാൻ കഴിയും. അൽത്തി യസ്തഖ്ദിമുഹ അന്നാസു അൽ-യൗം, ഇന്ന് മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ലിൽ മുഹാവറാത്തി, കമ്മ്യൂണിക്കേഷന്, വൽ മുഹാദസാത്തി ഷഖ്സിയ്യ വ റസ്മിയ്യ, ഒഫീഷ്യൽ അതുപോലെ പേഴ്സണൽ ടോക്കിന് വേണ്ടിയിട്ടൊക്കെ. മിസ്ലു ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം വഗൈറുഹ, അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. നുലഖിസു അഹമ്മിയത്തു ഹാദിഹി തത്ബീഖാത്തി ഖിലാൽ നിഖാത്ത് താലിയ, വളരെ പ്രധാനപ്പെട്ട 4 പോയിൻറ്റുകളിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എന്ത് ചെയ്യാം, ചുരുക്കി പറയാം. ഒന്ന്, تعد الدردشة من الوسائل السريعة في التواصل مع الآخرين من خلال مختلف الشبكات. ഒന്ന്, തുഅദ് ദർദഷ, ഈ ചാറ്റിംഗ് എന്നുള്ള കണക്കാക്കപ്പെടുന്നുണ്ട് മിനൽ വസാഇൽ സരീഅ, വേഗത്തിലുള്ള ഒരു മാധ്യമമായിട്ട്. ഫി തവാസുൽ, കമ്മ്യൂണിക്കേഷൻ്റെ വേഗത്തിലുള്ള മാധ്യമം എന്ന് പറഞ്ഞാൽ ചാറ്റിംഗ് ആണ് എന്നുള്ളത്. മഅൽ ആഖിരീൻ, മറ്റുള്ളവരുമായിട്ട്. മിൻ ഖിലാലി മുഖ്തലിഫ ഷബക്കാത്ത്, വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്. 2, യുതിമു നഖ്ലുൽ അഖ്ബാർ വൽ അഹ്ദാസ് അൽ ഹാമ്മ ബൈനൽ അഫ്റാദ് അബ്ര ഹാദിഹി തത്ബീഖാത്ത്, സുപ്രധാനമായ സംഭവങ്ങളുടെ, വാർത്തകളുടെ വിവരങ്ങളൊക്കെ പെട്ടെന്ന് പാസ് ചെയ്യാൻ പറ്റുന്നു. ബൈനൽ അഫ്റാദ്, എല്ലാ ആളുകളിലേക്കും. അബ്ര ഹാദിഹി തത്ബീഖാത്ത്, ഇത്തരം ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട്.
تستخدم اليوم هذه التسهيلات لأغراض تعليمية واقتصادية وسياسية وغيرها. ഇത്തരം തസ്ഹീലാത്തുകൾ ഫെസിലിറ്റീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് എഡ്യൂക്കേഷൻ, അതേപോലെ കൊമേഴ്ഷ്യൽ, അതേപോലെ പൊളിറ്റിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. تعد هذه الوسيلة من أفضل الوسائل التي بها تتم المحاورات والمحادثات اليومية بين الشخصين. രണ്ട് വ്യക്തികൾക്കിടയിൽ നടക്കുന്ന ഡയലോഗ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വഴിയായിട്ട് ഇത്തരം മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇത്തരം മാർഗ്ഗങ്ങൾ കണക്കാക്കപ്പെടുന്നു. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഇനി അടുത്തത് അൽ ബരീദുൽ ഇലക്ട്രോണി വ മുയ്യിസാത്തുഹു, ഇമെയിലും അതിൻ്റെ സവിശേഷതയും. കെലിമത്തു ഇമെയിൽ ഇഖ്തിസാറു ഇലക്ട്രോണിക് മെയിൽ, അത് ഇലക്ട്രോണിക് മെയിൽ എന്നതിൻ്റെ ഇഖ്തിസാറാണ്. ഇഖ്തിസാർ ഷോർട്ടാണ്. വമഅനാഹ അൽ ബരീദ് അൽ ഇലക്ട്രോണി, അതിൻ്റെ ഉദ്ദേശിക്കുന്നത് അൽ ബരീദ് ഇലക്ട്രോണി എന്ന ആശയമാണ്. വനസ്തഅമിലുഹ, അഥവാ അതിൻ്റെ ഇലക്ട്രോണിക് മെയിലിൻ്റെ മഅനയാണ് ശരിക്ക് അറബിയിൽ അൽ ബരീദ് ഇലക്ട്രോണി എന്ന് പറയുന്നത്. ونستعملها لإرسال الرسائل إلى أي شخص موصول بالإنترنت. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ള ഏതൊരു ഷഖ്സിലേക്കും റസായിൽ നമുക്ക് ഇവ ഉപയോഗിച്ചുകൊണ്ട് അയക്കാൻ സാധിക്കുന്നു. فالبريد الإلكتروني هو طريقة رائعة للبقاء على الاتصال مع الأصدقاء والأقارب والزملاء في مختلف المناطق. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തിലുള്ള നമ്മുടെ കൊളീഗ്സ്, ഫ്രണ്ട്സ്, അതേപോലെ അഖാരിബ്, കുടുംബക്കാർ, ഇവരുമായിട്ടൊക്കെ കോണ്ടാക്റ്റ് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യമാകുന്ന ഒരേറ്റവും നല്ല വഴിയാണ് ഇമെയിൽ സംവിധാനം എന്നുള്ളത്. വമിനൽ മുംകിൻ അൻ തുൽഹഖ മിലഫാത്തുൻ സനാഇയ്യ ബിമാ ഫീഹ الصور والفيديوهات والأصوات وملفات تنفيذية إلى رسائل بريدك بواسطة البريد الإلكتروني. അതോടൊപ്പം ഇതുപോലെ ഈ ഒരു ഇമെയിലിലൂടെ നമുക്ക് സാധ്യമാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന മറ്റു ഫയലുകൾ കൂടി അറ്റാച്ച് ചെയ്യാൻ. അതും ബിമാഫി ഹസുവർ, പിക്ചറുകളുള്ള, വീഡിയോകളുള്ള, അതേപോലെ ശബ്ദങ്ങളുള്ള മറ്റു ഫയലുകൾ എന്തൊക്കെയുണ്ടോ അത്തരം ഫയലുകളൊക്കെ നമുക്ക് മെയിലിലൂടെ അറ്റാച്ച് ചെയ്ത് അയക്കാൻ സാധിക്കുന്നു. യതമയ്യസുൽ ബരീദ് ഇലക്ട്രോണി മിൻ വസാഇരി തുറുഖി റസാഇൽ ബിസ്സിമാത്തി തലിയ. മറ്റു എല്ലാ റിസാലകളുടെ മെസ്സേജ്, കത്ത് എന്നിവയുടെ വഴികളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ സവിശേഷതകളാണ് താഴെ പറയുന്ന സവിശേഷതകൾ. അതൊക്കെ ഇമെയിലിൽ മാത്രമുള്ളതാണ്. യുസ്തഖ്ദമുൽ ബരീദ് ഇലക്ട്രോണി മജ്ജാനൻ, ഒന്ന് ഇതിൻ്റെ സേവനം തീർത്തും സൗജന്യമാണ്, മജ്ജാനാണ്. മറ്റൊന്ന് മിനൽ മുംകിൻ അൻ തുർസില റിസാല ഫി അയ്യി വഖ്തിൻ വ ഇല അയ്യി മകാനിൻ വ ശഖ്സിൻ ഇദാ കാന ലദൈക ഉൻവാൻ അൽ ബരീദ് ഇലക്ട്രോണി ലിഇർസാലി റിസാല ഇലൈഹി. അയക്കേണ്ട ആളുടെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഏത് സ്ഥലത്താണെങ്കിലും ഏത് സമയത്താണെങ്കിലും നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അയാൾക്ക് വേണ്ടി ഒരു മെയിൽ അയക്കാൻ സാധിക്കും. യുംകിനു ഇർസാല റിസാല ഇല ഇദ്ദത്തി അഷ്ഖാസിൻ ഫി വഖ്തിൻ വാഹിദിൻ. മറ്റൊരു പ്രത്യേകത, ഒരേ സമയം തന്നെ ഒന്നിലധികം ആളുകൾക്ക് ഇമെയിൽ അയക്കാൻ സാധിക്കുന്നു. വഫി ഹാലി അദ്മി വസൂലി റിസാല യുംകിൻ ലിൽ മുർസിൽ തഅറഫ് അലൈഹി ബിസുർഅ. ഇനി ഇമെയിൽ അയാളിലേക്ക് എത്തിയില്ല എങ്കിൽ അത്തരം വിവരം വളരെ വേഗത്തിൽ തന്നെ അയച്ച ആൾക്ക് ലഭിക്കുന്നു. യുംകിനു തഖ്സീൻ റസായിൽ ബരീദ് ഇലക്ട്രോണി മുദ്ദ തവീല. എത്ര കാലം വേണമെങ്കിലും ഇത്തരം മെയിലുകളിലെ റിസാലകൾ അവ സ്റ്റോർ ചെയ്ത് വെക്കാനും സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നു. മറ്റൊന്ന് ഇഅദാദു ബിതാഖാത്തി തഹ്നി അവ തബ്രീകാത്ത്, ഗ്രീറ്റിംഗ് കാർഡുകളുടെ തയ്യാറാക്കൽ. ബിതാഖത്തു തഹ്നി വ തബ്രീകാത്ത് തുഅതബർ വസീല റാഇഅ ലിത്തഅബീർ അൻ മശാഇർ الفرح والامتنان والتقدير تجاه الاشخاص الذين نحبهم او نحتفل بانجازاتهم. ഗ്രീറ്റിംഗ് കാർഡ്സ് എന്നുള്ളത് തുഅതബർ വസീല റാഇഅ, നല്ലൊരു മാർഗ്ഗമാണ് ലിത്തഅബീർ, അവതരിപ്പിക്കുവാനുള്ള, അൻ മശാഇർ الفرح والامتنان, തൻ്റെ സന്തോഷവും അതുപോലെ തന്നെ തൻ്റെ അംഗീകാരമെല്ലാം അറിയിക്കുവാനുള്ള, തിജാഹൽ അഷ്ഖാസ്, വ്യക്തികളോട്, അല്ലദീന നുഹിബ്ബുഹും, നാം സ്നേഹിക്കുന്ന, ഔ നഹ്തഫിലു ബിൻജാസാതിഹിം, അല്ലെങ്കിൽ അവരുടെ നേട്ടത്തിൽ നാം സന്തോഷിക്കുന്ന, ആഘോഷിക്കുന്ന, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള. വതകൂനു ഹാദിഹിൽ ബിതാഖാതു വസീലതൻ ജമീലതൻ, ഇത്തരം ബിതാഖകൾ നല്ലൊരു വഴിയാണ് ലിദ്ഹാരി മദ അഹമ്മിയത്തി ഷഖ്സിൻ ഫി ഹയാത്തിക്, ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനമുള്ള, പ്രാധാന്യമുള്ള വ്യക്തിയാണ് എന്ന് അറിയിക്കുവാനുള്ള. ഹീനമ തർഗബു ഫി തഹ്ഫീസി ഷഖ്സിമ്മ, ഏതെങ്കിലും ഷഖ്സിനെ, ഒരു വ്യക്തിയെ നീ മോട്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ,
ഔ തഖ്ദീമി ദഅമി ഫി ഔഖാത്തിൻ സുഅബ, അല്ലെങ്കിൽ പ്രയാസകമായ ഘട്ടങ്ങളിൽ അവനെ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ യുംകിനുക ഇസ്തിഖ്ദാം മിസ്ല ഹാദിൽ ബിതാഖാത്ത്, ഇത്തരം ബിതാഖകൾ ഉപയോഗിച്ചാൽ മതി. തകൂനു ബിതാഖാത്തു തഹ്നിയ വത്തബ്രീകാത്ത് ജുസ്അൻ അസാസിയൻ മിനൽ ഇഹ്തിഫാലാത്ത് വൽ മുനാസിബാത്തിൽ ഖാസ്സ. ഇത്തരം ഗ്രീറ്റിംഗ് കാർഡുകൾ എന്നുള്ളത് ആഘോഷവേളകളുടെയും പ്രത്യേക സന്ദർഭങ്ങളുടെയും ഒക്കെ അടിസ്ഥാന ഭാഗമാണ്, പാർട്ടാണ്. മിസ്ലുൽ അയ്യാദ്, ഇതുപോലെ ഈദുകൾ, ആഘോഷങ്ങൾ വരുമ്പോൾ, വൽ മുനാസിബത്തുൽ ആയിലിയോ ഷഖ്സിയ, വ്യക്തി കുടുംബവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സന്ദർഭങ്ങൾ വരുമ്പോൾ, തുസാഹിമു ഫി ദുഫാഇ ജവ്വിൻ മിനൽ ഫറഹി വസ്സുറൂർ അലാ ഹാദിഹിൽ ലഹ്ലാത്ത്, ഇത്തരം സന്ദർഭങ്ങളിൽ സന്തോഷവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുവാൻ ഇവ സഹായിക്കുന്നു. ഇലൈക ബഅദു മിൻ നമാദിജ് ബിതാഖാത്തി തഹാനി വത്തബ്രീകാത്ത്, ഇത്തരം ഗ്രീറ്റിംഗ് കാർഡുകൾ ചില ഉദാഹരണങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. തഹനി അബിൽ ഈദൈൻ അൽ അക്ബർ വൽ അസ്ഗർ, വലിയതും ചെറുതുമായ എല്ലാ പെരുന്നാളുകളിലും നാം കൊടുക്കുന്ന തഹനി ആശംസകൾ. ഈദുക്കും മുബാറക്, തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ വകുല്ലു ആമിൻ വഅൻതും ബിഖൈർ. പെരുന്നാൾ സുദിനങ്ങളിലൊക്കെ കൊടുക്കുന്ന ഗ്രീറ്റിംഗ്സിൻ്റെ ഒരു മാതൃകയാണ്. മറ്റൊന്ന് തഹനിഅത്തും ബിൻ നജാഹി വത്തഫവുഖ്, എന്തെങ്കിലും നേട്ടങ്ങൾ അല്ലെങ്കിൽ വിജയങ്ങൾ നേടിയ ആൾക്കെതിരെ അയാൾ ആശംസിച്ചുകൊണ്ട്. തഹാനീൻ അലാ നജാഹിക ഫി ഇംതിഹാനാത്ത്, പരീക്ഷകളിൽ നീ വിജയിച്ചാൽ എല്ലാവിധ തഹനിഅത്തും. അമലുക്കൽ ജാദ് ഖദ് അസ്മർ വനഹ്നു ഫഖൂറൂൻ ബിക്, വി പ്രൗഡ് ഓഫ് യു എന്ന് പറയുന്ന സംഗതി. മറ്റു തഹനിഅത്തും ബിൽ മൗലൂദുൽ ജദീദ്, ഒരു ന്യൂ ബോൺ ഉണ്ടായില്ല, ഒരു പുതിയ കുട്ടി ജനിച്ചാൽ അവനെ ആശംസിക്കുന്നു. ഉഹന്നിഉകുമാ അലാ വുസൂലി ഉദുവിൽ ജദീദ് ഇലാ ആഇലതികുമാ, നിങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അംഗം വന്നതിലേക്ക് എല്ലാവിധ ആശംസകളും. നർജുലിൽ മൗലൂദിൽ ജദീദ് സ്വിഹ ജയ്യിദ, നാം എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു, നല്ല ഒരു ആരോഗ്യകരമായ അന്തരീക്ഷം ഉണ്ടാവട്ടെ. വഹയാത്തിൻ മലി അബിൽ ഹുബ്, സ്നേഹസമ്പന്നമായൊരു ജീവിത സാഹചര്യം ഒരുങ്ങട്ടെ എന്നൊക്കെ നാം ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. മറ്റും തഹനിയത്തും ബിസിവാജ്, വിവാഹവേളയിലുള്ള ഗ്രീറ്റിംഗ്സ്. ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈർ വലുത്ഫിൻ വആഫിയ, അൽഫ് മബ്റൂക് ലക്കുമാ ഫീ ഹാദൽ യൗമിസ് സഈദ്, നർജു ലക്കുമാ ഹയാത്തൻ സൗജിയ്യ മലിഅ ബിൽ ഹുബ്ബി വസ്സഅദ. എല്ലാവിധ ആശംസകളും. നർജു ലക്കുമാ ഹയാത്തൻ സൗജിയ്യ, ഒരു മാരീഡ് ലൈഫ്, അത് മലിഅത്തുൻ ബിൽ ഹുബ്ബ്, സ്നേഹവും വസ്സഅദ, സൗഭാഗ്യവും എല്ലാം നിറഞ്ഞ അത്തരമൊരു ജീവിതം ആശംസിക്കുന്നു. ബിതാഖത്തു തഹ്നിഅ ബി തഖറുജ്, ഇനി തഖറുജ് വേളയിൽ ഖിദീജാവുമ്പോൾ ബിരുദ നേടുന്ന സമയത്തുള്ള ഗ്രീറ്റിംഗ്സ്. തഹാനീൻ അല ഇൻജാസിക്കൽ കബീർ ഫി തഖറുജ്, ഇത്തരം ബിരുദം നേടിയ, ഡിഗ്രി നേടിയ ഈ വലിയ ഒരു സന്ദർഭത്തിൽ എല്ലാവിധ ആശംസ. ഖൈറുബിക വനർജു ലക മുസ്തഖ്ബിലൻ മുഷ്റഖൻ, നല്ലൊരു ഭാവി ആശംസിക്കുന്നു, നിന്നിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു എന്നുള്ള വാചകങ്ങളൊക്കെ. ഇനി ഇതുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. അർറസായിലുൽ ഹാത്തിഫിയ, ഫോൺ മെസ്സേജ്. അർറസായിൽ ഇലക്ട്രോണിയ, ഇമെയിൽ മെസ്സേജസ്. അദ്ദർദഷ, ചാറ്റിംഗ്. തത്ബീഖാത്ത്, അപ്ലിക്കേഷൻസ്. അത്തവാസുൽ ഇജ്തിമാഇ, സോഷ്യൽ മീഡിയ. അൽമിനസ്വാത്തുൽ ഹദീസ ലിൽ മുറാസലാത്ത്, മോഡേൺ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോംസ്. البريد الإلكتروني إيميل. بطاقة التهاني greeting card. الهاتف المحمول موبايل فون. شاشة الهاتف فون سكرين. إرفاق attach. الصور في الفيديوهات pictures and videos. الملف الصوتي audio file. المراسلات اليومية daily communications. الشبكة internet. يتم نقل الإخبار news conveyed or reported. المواقع web sites. السياسية political. الاقتصادي economical. التعليمية educational. المحاورات والمحادثات dialogues. تسهيلات facilities. يوفر لي provide. بيانات data. النص text. خدمة الرسائل القصيرة SMS. خدمة الرسائل المتعددة الوسائط MMS. يودا ريكيبانا. الرسائل الهاتفية المحمولة رسائل قصيرة تكتب على شاشة الهاتف المحمول. ഫോൺ മെസ്സേജസ് എന്ന് പറഞ്ഞ റസായിൽ ഖസീറ, ചെറിയ റിസാലകളാണ്. തുക്തബ് അലാ ഷാഷത്തിൽ ഹാത്തിഫിൽ മഹ്മൂൽ, മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ എഴുതുന്ന. ഫായിദ, ഇതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെ? തൗസീൽ സരീ, വേഗത്തിലുള്ള കണക്ഷൻ. ഇർസാൽ ഇലാ അദദിൻ ജമ്മി മിനൽ അഷ്ഖാസ്, ധാരാളം ആളുകൾക്ക് ഒന്നിച്ചയക്കാം. സുഹൂലത്തുൽ ഇസ്തിഖ്ദാം, ലളിതമായിട്ട് ഉപയോഗിക്കാം. നൗആനി, രണ്ട് ഇനം. ഖിദ്മത്തുർ റസായിൽ ഖസീറ SMS വഖിദ്മത്തുർ റസായിൽ മുതഅദ്ദിദത്തുൽ വസായിത് MMS. SMS നസ്സുൻ ഫഖത്ത്, അവിടെ നസ്സു മാത്രമേ ഉണ്ടാവുള്ളൂ. അദദു അഹ്റുഫ് 160 ഹർഫൻ, 160 അക്ഷരം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നൂർസുൽ റിസാല വാഹിദ ലഇദ്ദ അഷ്ഖാസ്,
ഒരു റിസാല തന്നെ നമുക്ക് ഒരുപാട് ആൾക്ക് അയക്കാൻ പറ്റും. MMS എന്ന ഇർസാൽ സുവർ വൽ ഫീദിയോഹാത്ത് വൽ മിലഫ് സൗത്തി മഅ നസ്സിൻ്റെ കൂടെ പിക്ചേഴ്സ്, വീഡിയോസ്, ഓഡിയോ ഫയൽസ് ഒക്കെ അയക്കാൻ പറ്റുന്നു. അത് ആയത് ഹറഫ് എണ്ണമറ്റ ഹർഫ് ഉപയോഗിക്കാം. ഗൈർ മഹ്ദൂദ്, ലിമിറ്റേഷൻ ഇല്ല. തത്ബീഖാത്ത് ദർദശ, മറ്റൊന്ന് പറഞ്ഞ തത്ബീഖാത്ത് ദർദശയാണ് ചാറ്റ് ആപ്ലിക്കേഷൻസ്. വസാഇൽ സരീഅ ലിത്തവാസുൽ, അത് വേഗത്തിൽ കമ്മ്യൂണിക്കേഷന് സാധ്യമാകുന്നു. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഗൈറുഹ. പിന്നെ ഇലക്ട്രോണിക് മെയിൽ അഥവാ ഇമെയിൽ. അൽ ബരീദ് ഇലക്ട്രോണിയാണ്. ഇർസാൽ റസാഇൽ വ ഇൽഹാഖു മിലഫാത്ത് സനഇയ്യ മിസൽ സുവർ അൽ ഫിദിഹാത്തുൽ മിലഫ് സൗത്തി, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു, മറ്റു ഫയലുകൾ കൂടെ അതിനും കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് അയക്കാൻ സാധിക്കുന്നു. മുമയ്യിസത്തുൽ ബരീദ് ഇലക്ട്രോണി മജ്ജാനൻ ഒന്ന്, അത് ഫ്രീ ആണ്. ഫൗറിയുൻ, അത് വേഗത്തിൽ ചെയ്യാൻ പറ്റും. യുഅറഫുൽ മുർസിൽ അദ്മ വസൂലി റിസാല, റിസാലത്തോടെ എത്തിയോ ഇല്ലെന്ന് അറിയാൻ പറ്റും. ക്വസ്റ്റ്യൻസ് ആണ്. മാഹിയ അർ റസാഇൽ ഹാത്തിഫിയ്യ, എന്താണ് ഫോൺ മെസ്സേജസ്? റസാഇൽ മൻറുസുലുഹ ഇലാ ഷഖ്സിൻ ഔ ജിഹത്തി മുഅയ്യന. അയിന യുക്തബു നസ്സു റിസാല ഫി റിസാലത്തിൽ ഹാത്തിഫിയ്യ, എവിടെയാണ് നാം ഇത് എഴുതാറുള്ളത്? അലാ ഷാഷത്തിൽ ഹാത്തിഫിൽ മഹ്മൂൽ. ഉദ്കുർ ബഅദ മുമയ്യിസാത്തിൽ റസാഇൽ ഹാത്തിഫിൽ മഹ്മൂല, ചില പ്രത്യേകതകൾ പറയുക. തവാസുൽ സരീഉൻ, ഹറാസ, ഹിഫാദ്, അതൊക്കെ അതിൻ്റെ പ്രത്യേകതയാണ്. അവ സൂക്ഷിച്ചു വെക്കാൻ, സ്റ്റോർ ചെയ്യാനൊക്കെ സാധിക്കുന്നു എന്നുള്ളതൊക്കെ അതിൻ്റെ പ്രത്യേകതയാണ്. മഹി അൻവാഉ റസാഇൽ ഹാത്തിഫിൽ മഹ്മൂൽ, അൻവാകൾ രണ്ടിനം. SMS, MS ഖിദ്മത്തുർ റസാഇൽ ഖസീറ, ഖിദ്മത്തുർ റസാഇൽ മുതഅദ്ദിദത്തുൽ വസാഇത്ത്. മറ്റൊന്ന് മാഹിൽ ഹദ്ദുൽ അഖ്സാ ലിൽ അഹ്റുഫ്. അഞ്ചാമത്തെ മാദാ തഹ്തവി റസാഇൽ SMS നസ്സു ഫഖത്ത്, എന്താണ് അതിൽ കണ്ടൻറ്റ് ഉൾക്കൊള്ളുക? മാഹുൽ ഹദ്ദുൽ അഖ്സാ ലിൽ അഹ്റുഫ് ഫി SMS, അതിൻ്റെ SMS-ൻ്റെ ഏറ്റവും ലിമിറ്റേഷൻ ആയിട്ടുള്ള ഹർഫുകളുടെ എണ്ണം 160 ഹർഫാണ്. മറ്റത് മാദാ തഹ്തവി റസാഇൽ MMS-ൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണ് ഉൾക്കൊള്ളുക? നസ്സു, വീഡിയോ, ഹാത്ത്, മിലഫ് സൗത്തി. മൽ മഖ്സൂദ് ബി ദർദശ, ദർദശ എന്ന് പറഞ്ഞാൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? മുറാസലാത്തുൻ ഫൗറിയ അശ്വാഇയ, നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അശ്വാഇയ, റാൻഡം, ഒരു ഫോർമൽ എന്നല്ലാത്ത സംഗതി അശ്വാഇ ആയിട്ട് നമുക്ക് വേഗത്തിൽ ഉള്ള എഴുത്തുകളാണ് ദർദശ, ചാറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുർബാദ അംസൽ തത്ബീഖ ദർദശ, ദർദശക്ക് പറ്റിയ ചില ആപ്ലിക്കേഷൻസിന് ഉദാഹരണം പറയാം. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം. മാഹിയ അഗ്റാൽ തുസ്തഖ്ദമു ഫിഹാ തത്ബീഖത്തു തവാസുൽ ഇജ്തിമാഇ അദ അശ്ശഖ്സിയ്യ, പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പുറമെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് വേറെ എന്തൊക്കെ സേവനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അദ ഷഖ്സിയ്യ എന്ന് പറഞ്ഞാൽ ഷഖ്സിയത്തിന് പുറമേ എന്നാണ്. അപ്പോൾ അവിടെ ഓപ്ഷൻ തഅലീമിയ്യ, ഇഖ്തിസാദിയ്യ, സിയാസിയ്യ, എഡ്യൂക്കേഷൻ, എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ. പിന്നെ മാഹിയ തൗസീഅത്തുൽ കലിമ, ഇമെയിൽ എന്ന കലിമത്തിൻ്റെ തൗസീഅ, അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്, അത് അതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് ഇലക്ട്രോണിക് മെയിൽ എന്നാണ്. ലിമാദ നസ്തഅമിൽ ബരീദ് ഇലക്ട്രോണി, എന്തിനാണ് നാം ഇത് ഉപയോഗിക്കുന്നത്? ലിർസാൽ റസായില അയ്യ ഷഖ്സിൻ മൗസൂലൻ ബിൽ ഇൻ്റർനെറ്റുള്ള ആളിലേക്കും അയക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നാം ഇത്തരം ഇമെയിലുകൾ ഉപയോഗിക്കുന്നത്. ഇതോടുകൂടെ ഈ ഒരു യൂണിറ്റ് ഇവിടെ സമാപിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.